ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് 31 തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി വരുന്ന CPO എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ CPO റാങ്ക് ഫയൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി വളരെ കുറച്ച് നാളുകൾ കൂടിയേ ഉള്ളൂ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്. 3 മോഡുകളായിട്ട് വരുന്ന ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഈ ഒരു നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയാണ് ഈ ഒരു ബുക്ക് ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ന്യൂ SCERT NCERT പാഠഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കി നല്ല രീതിയിൽ പഠിക്കുക. ഇത് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് മെയ് 31 പ്രത്യേകത എന്തെന്നാണ്. മെയ് 31 എല്ലാ വർഷവും നമ്മൾ എന്താണ് ലോക പുകയില വിരുദ്ധ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. എന്താണ് ലോക പുകയില വിരുദ്ധ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ഏത് ദിവസമാണെന്ന് ഓർത്തു വെക്കുക, മെയ് 31 ആണ്. അപ്പോൾ ഈ ഒരു ദിനം ആചരിക്കാൻ കാരണം എന്താണ്? നമുക്കറിയാവുന്നതാണ്. അതാണ് പുകയില എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് അതിന്റെ ഉപയോഗം വളരെ ഹാനികരമാണ്. പുകയില ഉപയോഗം വളരെ ഹാനികരമാണ്. അപ്പോൾ ഇതിനെ ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ഈ ഒരു പുകയില ഉപയോഗം മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അതിനെക്കുറിച്ചുള്ള അവബോധമൊക്കെ ജനങ്ങളിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടും ഇതിന്റെ ഉപയോഗം പുകയില ഉപയോഗം നീക്കം ചെയ്യുന്നതിന് അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അതില്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നയതന്ത്രങ്ങളൊക്കെ അവയെക്കുറിച്ചും ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും മെയ് 31 എന്താണ് ഈ ഒരു പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ 2026 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് കൂടി നമുക്ക് പഠിച്ചു വെക്കാം. അപ്പോൾ പ്രമേയം ഇതാണ്: അൺമാസ്കിംഗ് ദി അപ്പീൽ കൗണ്ടറിംഗ് നിക്കോട്ടിൻ ആൻഡ് ടുബാക്കോ അഡിക്ഷൻ എന്നുള്ളതാണ് 2026 പ്രമേയം. അപ്പോൾ പ്രമേയം നല്ലതുപോലെ പഠിച്ചു വെക്കുക. അൺമാസ്കിംഗ് ദി അപ്പീൽ കൗണ്ടറിംഗ് നിക്കോട്ടിൻ ആൻഡ് ടുബാക്കോ അഡിക്ഷൻ എന്നുള്ളതാണ് പ്രമേയം വരുന്നത്. അപ്പോൾ ഈ ഒരു ദിനം പുകയില വിരുദ്ധ ദിനമായിട്ട് നമ്മൾ എല്ലാ വർഷവും ആചരിക്കുന്നത് എന്നാണ് മെയ് 31 ആണ്. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. അപ്പോൾ ഈ ഒരു ബുക്കിന്റെ പ്രത്യേകത എന്താണ്? നമുക്കറിയാവുന്നതാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള അനുസ്മരണ പുസ്തകമാണിത്. പുസ്തകത്തിന്റെ പേര് ഇതാണ്: ഓപ്പറേഷൻ സിന്ദൂർ ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യസ് ഡീപ് സ്ട്രൈക്സ് ഇൻസൈഡ് പാകിസ്ഥാൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പുസ്തകം എന്താണ് പ്രകാശനം ചെയ്തിരിക്കുകയാണ്, പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇനി ഒരു പുസ്തകം എഴുതിയത് ആരാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാൻവാല ജീത് സിംഗ് ഡില്ലോൺ ആണ് ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്. ആരാണ്? KJS ഡില്ലോൺ ആണ് എന്താണ് ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകം എന്തിനെ കുറിച്ചാണെന്ന് നമ്മൾ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുസ്മരണ പുസ്തകമാണ് ഓപ്പറേഷൻ സിന്ദൂർ ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യസ് ഡീപ് സ്ട്രൈക്സ് ഇൻസൈഡ് പാകിസ്ഥാൻ എന്നുള്ള ഈ ഒരു പുസ്തകം. ഓപ്പറേഷൻ സിന്ദൂർ നമുക്കറിയാവുന്നതാണ്. നമ്മുടെ ഇന്ത്യൻ സൈന്യം പങ്കെടുത്തിട്ടുള്ള ഇന്ത്യൻ സൈന്യം നടത്തിയ ഒരു എന്താണ് ഓപ്പറേഷൻ ആണ് അല്ലെങ്കിൽ ഒരു നടപടിയാണ് എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും എന്താണ് ഇന്ത്യയുടെ നാവികരും അതേപോലെ വ്യോമസേനാംഗങ്ങളും സൈനികരും ഒക്കെ പങ്കെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവരുടെ എല്ലാം എന്താണ് അനുസ്മരണ അല്ലെങ്കിൽ എന്താണ് സാക്ഷ്യങ്ങളൊക്കെ വഹിച്ചുകൊണ്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണ് ഈ ഒരു ബുക്ക്. ഇനി ഓപ്പറേഷൻ സിന്ദൂർ നമുക്കറിയാം എന്താണ് പഹൽഗാമ ആക്രമണത്തിന് എതിരായിട്ട് നമ്മുടെ സൈന്യം നടത്തിയിട്ടുണ്ടായിരുന്ന എന്താണ് ഒരു നടപടിക്രമമാണ് ഓപ്പറേഷൻ സിന്ദൂർ. അതുമായി ബന്ധപ്പെട്ട നിരവധി പോയിന്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഒരു ബുക്കും പ്രധാനപ്പെട്ടതാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2026 മെയ്യിൽ സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് ആരെന്നാണ് നോക്കുന്നത്. ആരാണെന്ന് ഓർത്ത് വെക്കുക? കൗശികനാണ്. ആരാണ്? കൗശികനാണ് എന്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്തെ എന്താണ് കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായിട്ടാണ് അദ്ദേഹം എന്താണ് നിയമിതനാവുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അദ്ദേഹം പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിച്ച് വരികയാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് ഇപ്പോഴും 2026 മെയ്യിൽ സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് നിയമിതനായിരിക്കുകയാണ്. ആരാണ് ആ വ്യക്തി എന്ന് ഓർത്തു വെക്കുക? കൗശികനാണ്. അടുത്തത് ഒരു പദ്ധതിയാണ് നമ്മൾ പഠിക്കുന്നത്. പദ്ധതിയുടെ പേര് ഇതാണ്: പ്രൊജക്ട് മെൻസ്ട്രൽ ഡിഗ്നിറ്റി. എന്താണ് പ്രൊജക്ട് മെൻസ്ട്രൽ ഡിഗ്നിറ്റി എന്നുള്ള ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ഓർത്തു വെക്കുക? കേരളമാണ് ഇത്തരത്തിലൊരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് നോക്കാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അതേപോലെ പൊതുവിടങ്ങളെയും കൂടുതൽ സ്ത്രീ സൗഹാർദ്ദമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്, ഒരു പദ്ധതിയാണ് ഇതാണ് പ്രൊജക്ട് മെൻസ്ട്രൽ ഡിഗ്നിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസം 3 ദിവസം എന്താണ് ആർത്തവ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എത്ര ദിവസമാണെന്ന് ഓർത്തു വെക്കുക? 3 ദിവസം എന്താണ് ആർത്തവ അവധി സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ അവർക്ക് നഷ്ടപ്പെടുന്ന ക്ലാസ്സുകൾ എന്താണ് വീക്കിലി അവർക്ക് എന്താണ് ക്യാച്ചപ്പ് ക്ലാസ്സുകളായിട്ട്
ക്ലാസ്സുകളിൽ നിന്ന് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഓർത്തു വെക്കുക, എന്താണ് ഈ ഒരു പ്രൊജക്ട് മെൻസ്ട്രൽ ഡിഗ്നിറ്റി എന്നുള്ള ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥിനികൾക്ക് മാസം 3 ദിവസം ആർത്തവ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഒരു അവധിയുടെ ഭാഗമായിട്ട് അവർക്ക് നഷ്ടപ്പെടുന്ന ക്ലാസ്സുകളൊക്കെ അവർക്ക് വീക്കിലി ആയിട്ട് ക്യാച്ചപ്പ് ക്ലാസ്സുകളിലൂടെ പഠിക്കാനായിട്ട് സാധിക്കുന്നതുമാണ്. ഇന്ത്യയിൽ ഇത്തരത്തിൽ 3 ദിവസം സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനവും കൂടി ആയിരിക്കുകയാണ് കേരളം. അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, 3 ദിവസം ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനമായിരിക്കുകയാണ് കേരളം. പക്ഷേ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർവകലാശാലകൾക്ക് ഇതേപോലെ അവിടെയുള്ള വിദ്യാർത്ഥിനികൾക്ക് ഇത്തരത്തിൽ ആർത്തവ അവധി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 3 ദിവസം ആർത്തവ അവധി പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് 6 മാസം പ്രസവ അവധിയും ഉറപ്പാക്കുമെന്നുള്ള പ്രഖ്യാപനവും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടൊന്ന് ഓർത്തു വെക്കുക. എന്താണ് പ്രൊജക്ട് പറഞ്ഞത്? പ്രൊജക്ട് മെൻസ്ട്രൽ ഡിഗ്നിറ്റി എന്നുള്ള പദ്ധതിയാണ്. ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണെന്ന് ഓർത്തു വെക്കുക, കേരളമാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. സംസ്ഥാന സർക്കാർ ഇലക്ട്രോണിക് ആൻഡ് IT വകുപ്പിനെ IT ഫ്യൂച്ചർ ടെക്നോളജീസ് ആൻഡ് സ്റ്റാർട്ടപ്പ് വകുപ്പ് എന്ന് പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ, കേരളത്തിന്റെ സർക്കാർ ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പ് എന്നുള്ള ഈ ഒരു വകുപ്പിന് IT ഫ്യൂച്ചർ ടെക്നോളജീസ് ആൻഡ് സ്റ്റാർട്ടപ്പ് വകുപ്പ് എന്ന് പുനർനാമകരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് കേരള ടെക് എന്ന പേരുള്ള ബ്രാൻഡ് നാമത്തിൽ അറിയപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഓർത്തു വെക്കുക, ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പ്, ഇപ്പോൾ നിലവിലുള്ള ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പിനെ IT ഫ്യൂച്ചർ ടെക്നോളജീസ് ആൻഡ് സ്റ്റാർട്ടപ്പ് വകുപ്പ് എന്നുള്ള പുനർനാമകരണം ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മുടെ കേരള സർക്കാർ. ഇനി ഒരു കോടതി ഉത്തരവാണ് നമ്മൾ നോക്കുന്നത്. അടുത്തിടെ തമിഴ്നാട്ടിൽ ഗോവധം നിരോധിക്കാൻ ഉത്തരവിട്ട കോടതി ഏതെന്നാണ്? മദ്രാസ് ഹൈക്കോടതിയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഗോവധം നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവാണ്. അപ്പോൾ തമിഴ്നാട്ടിലാണ് ഈ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. ഏത് കോടതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്? മദ്രാസ് ഹൈക്കോടതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ബലിപെരുന്നാളിന്റെ സമയത്ത് പൊതുവിടങ്ങളിൽ ഇതേപോലെയുള്ള കശാപ്പുകൾ നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയ ഹർജിയിലാണ് ഈ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ലൈസൻസ് ഇല്ലാത്തതുമായിട്ടുള്ള കശാപ്പുശാലകൾ പൊതുവിടങ്ങളിൽ കന്നുകാലികളുടെ കശാപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള ഈ ഒരു ഹർജിയിൽ ഉത്തരവ് വന്നിരിക്കുകയാണ്. എങ്ങനെയാണെന്ന് ഓർത്തു വെക്കുക, ഈ ഒരു ഗോവധം നിരോധിക്കുന്ന രീതിയിലുള്ള ഉത്തരവാണ് മദ്രാസ് ഹൈക്കോടതി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു? തമിഴ്നാട്ടിലാണ് ഗോവധം നിരോധിക്കാൻ അടുത്തിടെ ഉത്തരവിട്ട കോടതി ഏതാണ്? മദ്രാസ് ഹൈക്കോടതിയാണ്. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇതാണ്. അടുത്തിടെ കേന്ദ്ര സർക്കാരിന്റെ ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം ഏതെന്നാണ്? ഓർത്തു വെക്കുക, സിക്കിമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത അടുത്തിടെ നേടിയ സംസ്ഥാനം ഏതാണെന്നാണ് നോക്കിയത്? സിക്കിമാണ്. അപ്പോൾ ഇതിനു മുമ്പും ഈ ഒരു ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയിട്ടുള്ള സംസ്ഥാനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു സംസ്ഥാനം കൂടി വന്നിരിക്കുകയാണ്. ഏത് സംസ്ഥാനമാണ്? സിക്കിമാണ്. ഇനി ഉല്ലാസ് എന്നുള്ള പദ്ധതിയുടെ ഫുൾ ഫോം എന്താണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി എന്നുള്ളതാണ് ഇതിന്റെ ഉല്ലാസിന്റെ ഫുൾ ഫോം വരുന്നത്. ഈ ഒരു ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ ഇതേപോലെ സമ്പൂർണ്ണ സാക്ഷരത നേടുന്ന അഞ്ചാമത്തെ സംസ്ഥാനവും കൂടിയാണ് ഏതെന്ന് ഓർത്ത് വെക്കുക, സിക്കിം എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ നോക്കിയ പോയിന്റ് ഇതാണ്. കേന്ദ്ര സർക്കാരിന്റെ ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത അടുത്തിടെ നേടിയ സംസ്ഥാനം ഏതാണ്? സിക്കിമാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ട പോയിന്റ് ഇതാണ്. ബ്ലൂ ഓറിജിന്റെ ന്യൂ ഗ്ലെൻ റോക്കറ്റ് പരീക്ഷണത്തിനിടെ പൊട്ടിത്തെറിച്ചു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ബ്ലൂ ഓറിജിന്റെ അവരുടെ ഒരു പുതിയൊരു റോക്കറ്റ് ആയിരുന്നു ന്യൂ ഗ്ലെൻ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ന്യൂ ഗ്ലെൻ എന്നുള്ള ഈ റോക്കറ്റ് അതിന്റെ പരീക്ഷണത്തിനിടയിൽ പൊട്ടിത്തെറിക്കുകയുണ്ടായിരുന്നു. ഇനി എവിടെയാണ് ഈ ഒരു പരീക്ഷണം നടന്നത്, പൊട്ടിത്തെറി ഉണ്ടായത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫ്ലോറിഡയിലെ കേപ്പ് കനവെറലാണ് ഓർത്ത് വെക്കുക. കേപ്പ് കനവെറലാണ്. കനവെറൽ എന്നുള്ള സ്ഥലത്താണ് ഈ ഒരു പൊട്ടിത്തെറി സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്ലൂ ഓറിജിന്റെ ആണെന്ന് പറഞ്ഞു. ഇനി ബ്ലൂ ഓറിജിന്റെ ഫൗണ്ടർ, അതിന്റെ ഓണർ ആരാന്ന് നമുക്കറിയാം, ജെഫ് ബെസോസ് ആണ്. അപ്പോൾ ജെഫ് ബെസോസിന്റെ കമ്പനിയാണ് ബ്ലൂ ഓറിജിൻ എന്ന് പറയുന്നത്. അവരുടെ ഒരു പുതിയ റോക്കറ്റ് ആയിരുന്നു ന്യൂ ഗ്ലെൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ പരീക്ഷണത്തിനിടയിലാണ് ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടായത്. എവിടെയാണെന്ന് പറഞ്ഞു? ഫ്ലോറിഡയിൽ വെച്ചിട്ടാണ് ഈ ഒരു പൊട്ടിത്തെറി സംഭവിച്ചത്. നമുക്കറിയാവുന്നതാണ് ആർട്ടിമിസ് ദൗത്യങ്ങൾ. അപ്പോൾ ഈ ഒരു ആർട്ടിമിസ് ദൗത്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കൂടി ഇരുന്ന ഒരു റോക്കറ്റ് ആയിരുന്നു
ആയിരുന്നു ഈ ഒരു ന്യൂ ഗ്ലെൻ എന്നുള്ള റോക്കറ്റ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം നിർമ്മിച്ചതല്ല, ആർട്ടിമിസ് ദൗത്യത്തിനും അതേപോലെ മറ്റു കാര്യങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന ഒരു റോക്കറ്റാണിത്. അപ്പോൾ ആ ഒരു റോക്കറ്റാണ് അടുത്തിടെ എന്നാണ് ഈ ഒരു പരീക്ഷണത്തിനിടയിൽ പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. ഇനി ഒരു മിസൈലുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ നോക്കുന്നത്. മിസൈലിന്റെ പേര് ഇതാണ്, യിൽഡിരിം ഖാൻ. എന്താണ് യിൽഡിരിം ഖാൻ എന്നുള്ള ഈ ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ്. മിസൈൽ വികസിപ്പിച്ച രാജ്യം ഏതാണെന്ന് ഓർത്തു വെക്കുക, തുർക്കിയാണ്. ഏത് രാജ്യമാണ്? തുർക്കിയാണ് ഈ ഒരു മിസൈൽ വികസിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ആണെന്ന് പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ തുർക്കി വികസിപ്പിക്കുന്ന ആദ്യത്തെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ കൂടിയാണിത്. ഏതാണ് മിസൈൽ എന്ന് ഓർത്തു വെക്കുക, യിൽഡിരിം ഖാൻ എന്നുള്ള ഈ ഒരു മിസൈലാണ്. അപ്പോൾ എന്താണ്, തുർക്കിയാണ് വികസിപ്പിച്ചതെന്ന് പറഞ്ഞു. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ്, തുർക്കിയിൽ വികസിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ആദ്യത്തെ മിസൈലാണ്. ഇതിന്റെ ദൂരപരിധി എത്രയാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 6000 കിലോമീറ്റർ ആണ് വരുന്നത്. 6000 കിലോമീറ്റർ ആണ് എന്താണ് ഈ ഒരു മിസൈലിന്റെ ദൂരപരിധി വരുന്നത്. അപ്പോൾ മിസൈൽ വികസിപ്പിച്ച രാജ്യം ഏതാണ്? തുർക്കിയാണ്. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു ഭാഗ്യചിഹ്നമാണ്. അപ്പോൾ ഭാഗ്യചിഹ്നം ഏതിന്റെ ഭാഗ്യചിഹ്നമാണ്? പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗ്യചിഹ്നമാണ് നമ്മൾ നോക്കുന്നത്. ഭാഗ്യചിഹ്നം ഏതാണെന്ന് ഓർത്തു വെക്കുക, വീർ എന്നുള്ളതാണ്. എന്താണ്? വീർ എന്നുള്ളതാണ് ഇതിന്റെ ഈ ഒരു മത്സരത്തിന്റെ ഭാഗ്യചിഹ്നമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു മത്സരത്തിന്റെ വേദി എവിടെയാണ് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? അഹമ്മദാബാദ് ആണ്. അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത്, ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗ്യചിഹ്നം ഏതാണ്? വീർ എന്നുള്ള ലയൺ ആണ് ഇതിന്റെ ഭാഗ്യചിഹ്നമായിട്ട് വരുന്നത്. ഇനി ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മത്സരാധിഷ്ഠിത കായിക ഇനമായിട്ട് യോഗാസനയെ മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. അപ്പോൾ എവിടെ വെച്ചാണ്? അഹമ്മദാബാദിൽ വെച്ചാണ് നടക്കുന്നത്. ഭാഗ്യചിഹ്നം ഏതാണെന്ന് പറഞ്ഞു, വീർ എന്നുള്ളതാണ് ഭാഗ്യചിഹ്നമായിട്ട് വരുന്നത്. ഇനി നമ്മുടെ യുവജനകാര്യ കായിക തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണെന്ന് ഓർത്തു വെക്കുക, മൻസുഖ് മാണ്ഡവ്യയാണ്. അപ്പോൾ ഇത്രയും പോയിന്റുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ടാലന്റിന്റെ ഒരു ഓഫറാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇനി വരുന്ന LP UP അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റിന്റെ LP UP അസിസ്റ്റന്റ് റാങ്ക് ഫെയർ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു റാങ്ക് ഫെയർ നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ഒരു ലിങ്കിലൂടെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് LP UP SM എന്നുള്ള ഈ ഒരു കൂപ്പൺ കോഡ് കൂടി നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓഫറിൽ ഈ ഒരു റാങ്ക് ഫെയർ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബെസ്റ്റ് ഓഫറിൽ തന്നെ റാങ്ക് ഫെയർ സ്വന്തമാക്കുക, നല്ല രീതിയിൽ ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുക, ടീച്ചർ എന്നുള്ള നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇതാണ്, 2026 ഫിഫ ലോകകപ്പിലേക്കുള്ള അർജന്റീന ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആരെന്നാണ് നോക്കുന്നത്. ലയണൽ മെസ്സിയാണ് 2026 ഫിഫ ലോകകപ്പിലേക്കുള്ള അർജന്റീന ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ട് വരുന്നത്. ഇനി ഈ മത്സരം 2026 ഫിഫ ലോകകപ്പ് നടക്കുന്നത് എവിടെയൊക്കെ വെച്ചിട്ടാണ്? നമ്മൾ നിരവധി തവണ പറഞ്ഞതാണ്. എന്താണ്? മെക്സിക്കോ, കാനഡ, അതേപോലെ US എന്നിവിടങ്ങളിൽ വെച്ചിട്ടാണ് 2026 ഫിഫ ലോകകപ്പ് നടക്കുന്നത്. ഇനി മത്സരത്തിന് വേണ്ടിയിട്ടുള്ള മാസ്കോട്ടുകൾ, ഭാഗ്യചിഹ്നങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? മേപ്പിൾ, അതേപോലെ സായു, അതേപോലെ മറ്റൊന്നാണ് എന്താണ് ക്ലച്ച് എന്നിങ്ങനെയുള്ളതാണ് എന്താണ് 3 ഭാഗ്യചിഹ്നങ്ങളും വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് IPL ഒരു പുതിയ റെക്കോർഡാണ്. IPL ക്രിക്കറ്റിൽ പന്തിന്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ 1000 റൺസ് നേടിയ താരം ആരെന്നാണ് നോക്കുന്നത്. ഓർത്തു വെക്കുക, വൈഭവ് സൂര്യവംശിയാണ്. ആരാണ്? വൈഭവ് സൂര്യവംശിയാണ് ഈ ഒരു റെക്കോർഡ് നേടിയിരിക്കുന്നത്. എന്താണ്? പന്തിന്റെ അടിസ്ഥാനത്തിലാണ്. പന്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും വേഗത്തിൽ 1000 റൺസ് IPL നേടിയ ക്രിക്കറ്റ് താരം ആരാണെന്ന് ഓർത്തു വെക്കുക, വൈഭവ് സൂര്യവംശിയാണ്. 440 പന്തിൽ നിന്നുമാണ് അദ്ദേഹം ഈ ഒരു നേട്ടം കൈവരിച്ചത്. 440 പന്തിൽ നിന്നുമാണ് 1000 റൺസ് നേടിക്കൊണ്ട് വൈഭവ് സൂര്യവംശി ഈ ഒരു റെക്കോർഡ് നേടിയിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ഇതിനു മുമ്പ് ആൻഡ്രെ റസൽ നേടിയിരുന്ന ഈ ഒരു റെക്കോർഡാണ് മറികടന്നത്. അദ്ദേഹം 545 ബോളിൽ നിന്നും എന്താണ് 1000 റൺസ് നേടിയതായിരുന്നു ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന എന്താണ് റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റെക്കോർഡ് മറികടന്നുകൊണ്ട് വൈഭവ് സൂര്യവംശി 440 ബോളിൽ നിന്നും 1000 റൺസ് നേടിയിരിക്കുകയാണ്. അതോട് കൂടിയിട്ടാണ് IPL ക്രിക്കറ്റിൽ എന്താണ് പന്തിന്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ 1000 റൺസ് നേടിയ താരമായിട്ട് ആര് മാറിയിരിക്കുന്നത്? വൈഭവ് സൂര്യവംശി മാറിയിരിക്കുന്നത്. എന്നാൽ ഈ കാര്യം തന്നെ നമ്മൾ ഇന്നിംഗ്സിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ, അതായത് IPL ക്രിക്കറ്റിൽ ഇന്നിംഗ്സിന്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ 1000 റൺസ് നേടിയ താരമാരാണ്? ഷോൺ മാർഷ് ആണ്. ആരാണെന്ന് ഓർത്ത് വെക്കുക, ഷോൺ മാർഷ് ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അത് വേറെ ഒരു പോയിന്റ് ആണ്. ഷോൺ മാർഷ് ആണ്. അദ്ദേഹം എന്താണ്? ഇന്നിംഗ്സ് നോക്കുകയാണെങ്കിൽ ഇന്നിംഗ്സിന്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ 1000 റൺസ് നേടിയ താരമാരാണ്? ഷോൺ മാർഷ് ആണെന്നുള്ള കാര്യം ഒന്ന് നോട്ട്
നോട്ട് ചെയ്യുക. 21 ഇന്നിങ്സ് കൊണ്ടാണ് അദ്ദേഹം എന്താണ് 1000 റൺസ് നേടിയിട്ട് ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതെന്താണ് നമ്മൾ പറഞ്ഞത്, പന്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ്. അപ്പോൾ പന്തിന്റെ അടിസ്ഥാനത്തിൽ IPL ക്രിക്കറ്റിലെ വേഗത്തിൽ 1000 റൺസ് നേടിയ താരമായിരിക്കുന്നത് ആരാണ്? വൈഭവ് സൂര്യവംശിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു മത്സരത്തിൽ തന്നെ ഈ ഒരു IPL സീസണിൽ തന്നെ മറ്റൊരു റെക്കോർഡ് കൂടി അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. വൈഭവ് സൂര്യവംശി നേടിയിട്ടുണ്ട്. IPL ചരിത്രത്തിൽ പവർ പ്ലേയിൽ 500 റൺസ് നേടുന്ന ആദ്യത്തെ താരമായി മാറിയിരിക്കുകയാണ്. എന്താണ് പവർ പ്ലേയിൽ 500 റൺസ് നേടിയ ആദ്യത്തെ താരമാരാണ്? വൈഭവ് സൂര്യവംശിയാണ്. ഒരു സീസണിൽ IPLന്റെ ഒരു സീസണിൽ എന്താണ് പവർ പ്ലേയിൽ 500 റൺസ് നേടിയ ആദ്യത്തെ താരമാരാണ്? അതും വൈഭവ് സൂര്യവംശിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ റെക്കോർഡുകൾ തുടരെ വരുന്നുണ്ട്. എല്ലാം ഒരുമിച്ച് എഴുതി നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. എല്ലാ PSC എക്സാമുകളിലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് SCERT പാഠഭാഗങ്ങൾ. അപ്പോൾ ഈ ഒരു പാഠഭാഗങ്ങളൊക്കെ പഠിച്ചു തീർത്തവർക്ക് വേണ്ടിയിട്ട് ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിരിക്കുന്നതാണ് പരിശീലന ചോദ്യങ്ങൾ. അതായത് SCERT പാഠഭാഗങ്ങളുടെ പരിശീലന ചോദ്യങ്ങൾ. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഈ ഒരു അറിവിട ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും SCERT പാഠഭാഗങ്ങളിൽ നിന്നോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ എത്രയെല്ലാം മൂട്ടി ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ഏത് രീതിയിലാണ് ഇനി SCERT പാഠഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ബുക്കിലൂടെ സാധിക്കുന്നതാണ്. 4300-ലധികം ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ SCERT പാഠഭാഗങ്ങളിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ള PYQs മുൻവർഷ ചോദ്യങ്ങളും ഈ ഒരു ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളൊക്കെ വഴിയോ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ വേഗം തന്നെ ബുക്ക് സ്വന്തമാക്കി നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയ പോയിന്റുകൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ നോക്കിയത് എന്തായിരുന്നു? മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം എന്നുള്ള കാര്യമായിരുന്നു നമ്മൾ നോക്കിയത്. അതിന്റെ തീം എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതുകൂടി പഠിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്താണ്? ഒരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ഒരു ബുക്കാണ് ഓപ്പറേഷൻ സിന്ദൂർ ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യസ് ഡീപ് സ്ട്രൈക്സ് ഇൻസൈഡ് പാകിസ്ഥാൻ എന്നുള്ള ബുക്കാണ്. ഇത് പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ പങ്കെടുത്തിട്ടുള്ള ഓഫീസർമാരെ, അതായത് നാവികരായിക്കോട്ടെ, നാവികസേന അംഗങ്ങളായിക്കോട്ടെ, വ്യോമസേന അംഗങ്ങളായിക്കോട്ടെ, അതേപോലെ സൈനികരായിക്കോട്ടെ, എല്ലാവരുടെയും സാക്ഷ്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ബുക്കാണിത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 2026 മെയ്യിൽ സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് ആരെന്ന് നോക്കി. കൗശികനാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായിട്ടാണ് നിയമിതനായിരിക്കുന്നത്. ശേഷം നമ്മൾ നോക്കിയത് ഒരു പദ്ധതിയായിരുന്നു, പ്രൊജക്ട് മെൻസ്ട്രൽ ഡിഗ്നിറ്റി എന്നുള്ള പദ്ധതിയാണ്. ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. എന്താണ് ഇതിന്റെ ഉദ്ദേശം? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അതേപോലെ പൊതുവിടങ്ങളെയും കൂടുതൽ സ്ത്രീ സൗഹാർദ്ദമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പിനെ IT ഫ്യൂച്ചർ ടെക്നോളജീസ് ആൻഡ് സ്റ്റാർട്ടപ്സ് വകുപ്പ് എന്ന് പുനർനാമകരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച കാര്യമാണ് നമ്മൾ നോക്കിയത്. അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു കോടതി ഉത്തരവായിരുന്നു. മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവാണ് നോക്കിയത്. തമിഴ്നാട്ടിൽ ഗോവധം നിരോധിക്കാൻ ഉത്തരവിട്ട കോടതി ഏതാണെന്ന് ഓർത്ത് വെക്കുക, മദ്രാസ് ഹൈക്കോടതിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ കേരള സർക്കാരിന്റെ ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം ഏതെന്നാണ് നോക്കിയത്, സിക്കിമാണ്. അപ്പോൾ ഈ ഒരു പദ്ധതിക്ക് ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സമ്പൂർണ്ണ സാക്ഷരത നേടുന്ന 5ാമത്തെ ഇന്ത്യ സംസ്ഥാനം കൂടിയാണ് സിക്കിം എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ശേഷം നമ്മൾ നോക്കിയത് ബ്ലൂ ഓറിജിന്റെ ന്യൂ ഗ്ലെൻ റോക്കറ്റ് വിക്ഷേപണത്തിനിടെ പൊട്ടിത്തെറിച്ചു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ജെഫ് ബെസോസിന്റെ കമ്പനിയാണ് ബ്ലൂ ഓറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു പുതിയ റോക്കറ്റ് ആയിരുന്നു ന്യൂ ഗ്ലെൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂ ഗ്ലെൻ അതിന്റെ പരീക്ഷണത്തിനിടയിൽ പൊട്ടിത്തെറിക്കുകയും ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു മിസൈലുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. ഏതാണ് മിസൈല്? ഡ്രീം ഹാൻ എന്നുള്ള മിസൈലാണ്. അപ്പോൾ ഈ ഒരു മിസൈല് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈല് വികസിപ്പിച്ച രാജ്യം ഏതാണ്? തുർക്കിയാണ്. തുർക്കി വികസിപ്പിക്കുന്ന ആദ്യത്തെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണെന്ന് ഓർത്തു വെക്കുക. 6000 കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി വരുന്നത്. അതിനുശേഷം നോക്കിയത് ഒരു ഭാഗ്യചിഹ്നമായിരുന്നു. വീർ എന്നുള്ളതാണ് ഭാഗ്യചിഹ്നം. പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗ്യചിഹ്നമാണ് വീർ എന്നുള്ളത്. ഈ ഒരു ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? അഹമ്മദാബാദ് ആണ്. പിന്നീട് നമ്മൾ നോക്കിയത് 2026 ഫിഫ ലോകകപ്പിലേക്കുള്ള അർജന്റീന ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആരെന്നാണ് നോക്കിയത്. ലയണൽ മെസ്സിയാണ് ക്യാപ്റ്റൻ ആയിട്ട് വരുന്നത്. മത്സരം നടക്കുന്നത് കാനഡ, മെക്സിക്കോ, US എന്നുള്ള രാജ്യങ്ങളിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ശേഷം നമ്മൾ IPLലെ ഒരു പുതിയ റെക്കോർഡാണ് നോക്കിയത്. IPL ക്രിക്കറ്റ് പന്തിന്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ 1000 റൺസ് നേടിയ താരമാരാണ്? വൈഭവ് സൂര്യവംശിയാണ്. 440 പന്തുകൾ കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു റെക്കോർഡ് നേടിയിട്ടുള്ളത്. അപ്പോൾ ഇതോടെ ആൻഡ്രെ റസലിന്റെ റെക്കോർഡാണ് അദ്ദേഹം മറികടന്നിരിക്കുന്നത്, വൈഭവ് സൂര്യവംശി മറികടന്നിരിക്കുന്നത്. അതേപോലെ തന്നെ IPL ചരിത്രത്തിൽ ഒരു സീസണിൽ പവർ പ്ലേയിൽ 500 റൺസ് കഴിഞ്ഞിട്ടുള്ള
അല്ലെങ്കിൽ 500 റൺസ് നേടിയ ആദ്യത്തെ താരമായിരിക്കുകയാണ് ആരാണ്? വൈഭവ് സൂര്യവംശി. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: പ്രോജക്ട് സീറോയുമായി ബന്ധപ്പെട്ട് അഴിമതി നടക്കുന്ന ദൃശ്യങ്ങൾ നൽകുന്നവർക്ക് സർക്കാർ നൽകുന്ന പാരിതോഷികം എത്ര രൂപയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 10,000 രൂപ, ഓപ്ഷൻ ബി 3,000 രൂപ, ഓപ്ഷൻ സി 5,000 രൂപ, ഓപ്ഷൻ ഡി 2,500 രൂപ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ലോകമാന്യ മധു ദണ്ഡവധെ റെയിൽവേ ടെർമിനസ് പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ച സാവന്ത്വാടി റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ്. ഓപ്ഷൻ എ ഗുജറാത്ത്, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി ഒഡീഷ, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: 2026 250 വർഷം പൂർത്തിയാക്കിയ ആൻ എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻസ് എന്നുള്ള പുസ്തകം എഴുതിയത് ആരെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ആദം സ്മിത്ത് ആണ് ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത്. 1776 ഈ ഒരു ബുക്ക് അദ്ദേഹം എഴുതിയത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയെന്നായിരുന്നു. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഉള്ളൂരിലാണ്. എന്താണ്? തിരുവനന്തപുരത്തെ ഉള്ളൂരിലാണ് ഇത്തരത്തിലൊരു മെഡിക്കൽ മ്യൂസിയം അടുത്തിടെ നിലവിൽ വന്നത്. ഇത് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.